രാജ്യം സ്വാതന്ത്ര്യലബ്ധിയുടെ 80-ാം വാർഷിക വേളയിലാണ്. സ്വാതന്ത്ര്യ സമരം പകർന്നു തന്ന മഹത്തായ ആശയങ്ങളുണ്ട്. മതനിരപേക്ഷത, ഫെഡറലിസം, അഭിപ്രായ സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, ലിംഗവിവേചനത്തിനെതിരായ പോരാട്ടം അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തന്നെ രൂപം നൽകിയത്. ഭാഷയും മതവും ജാതിയും എന്താണെങ്കിലും ഇന്ത്യക്കാരെല്ലാം ഒന്നാണെന്ന ആശയം പ്രാവർത്തികമാക്കാൻ യത്നിച്ച മഹാത്മാഗാന്ധിയെ ഹിന്ദുത്വ ശക്തികളുടെ അസഹിഷ്ണുതാ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഗോഡ്സെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒരു പങ്കും വഹിക്കാത്തവർ രാജ്യത്തിന്റെ ഭരണാധികാരം ഇന്ന് കൈക്കലാക്കിയിരിക്കുന്നു. മതവർഗീയ ശക്തികളും കോർപ്പറേറ്റുകളും ചേർന്ന് നിയന്ത്രിക്കുന്ന മോദി ഭരണത്തിൽ കർഷകരും തൊഴിലാളികളും കൂടുതൽ പാപ്പരീകരിക്കപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഒരു ഒറ്റയടിപ്പാത ആയിരുന്നില്ല. ഗാന്ധിയൻ സത്യാഗ്രഹങ്ങളും തൊഴിലാളി വർഗ പ്രക്ഷോഭങ്ങളും പണിമുടക്കുകളും അടങ്ങുന്ന വ്യത്യസ്ത വഴികളും അതിൽ ഉണ്ടായിരുന്നു. ഈ വഴികളിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് അഭിമാനകരമായ രീതിയിൽ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇറങ്ങി മുന്നോട്ടേക്ക് വന്ന വിപ്ലവകാരികളിൽ പലരും ജയിൽവാസത്തിനിടയിൽ കമ്മ്യൂണിസ്റ്റുകാരായി മാറ്റപ്പെടുകയാണ് ചെയ്തത്. തൂക്കുമരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഭഗത് സിംഗ് ആവശ്യപ്പെട്ടത് ലെനിന്റെ ജീവചരിത്രം അടങ്ങുന്ന പുസ്തകം ലഭിക്കണമെന്നാണ്. ഭഗത് സിംഗിന്റെ സഹപ്രവർത്തകരായ കിഷോരിലാലും ശിവശർമ്മയും പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായി മാറി. ഇരുവരെയും ബ്രിട്ടീഷ് ഭരണം അന്തമാനിലേക്ക് നാടുകടത്തുകയാണ് പിന്നീട് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നെല്ലാവർക്കും അറിയാം. 1921 അഹമ്മദാബാദിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം കമ്മ്യൂണിസ്റ്റുകാരാണ് അവതരിപ്പിച്ചത്. എന്നാൽ കോൺഗ്രസ് അത് തള്ളുകയാണ് ചെയ്തത്. ആ പ്രമേയത്തിൽ കൃഷിക്കാരന് ഭൂമിയും തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങളും അവരുടെ ആഹാരം അതുപോലുള്ള മുദ്രാവാക്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ടേക്ക് വെച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചുകുലുക്കിയ 1946 റോയൽ നേവി കലാപത്തിൽ ഇന്ത്യൻ സൈനികർ ത്രിവർണ്ണ പതാകയോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാരുടെ ചുവന്ന പതാകയും ഉയർത്തിയിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ കേരളവും വലിയ പങ്കാണ് നിർവഹിച്ചത്. ഇ കൃഷ്ണപിള്ളയും EMS-ഉം AKG ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൽ നിർണായകമായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. 1945 സെപ്റ്റംബറിൽ KPCC പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട 650 സ്വാതന്ത്ര്യ സമര സേനാനികളിൽ 300 പേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ബാക്കി 350 പേരിൽ ഭൂരിപക്ഷവും സോഷ്യലിസ്റ്റുകാരായിരുന്നു. അവരിൽ വലിയൊരു പങ്ക് പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് മുന്നേറിയവരാണ്. 1940-നും 47-നും ഇടയിൽ 26,000-ഓളം കമ്മ്യൂണിസ്റ്റുകാരാണ് തടവുകളിൽ ഉണ്ടായിരുന്നത്. 1940 സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണ റാലിക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് യുവ വിപ്ലവകാരികളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ചോറ്റുപട്ടാളം വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്തത്. തലശ്ശേരി അബുവും ചാത്തുകുട്ടിയുമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളായ ആദ്യത്തെ 2 രക്തസാക്ഷികൾ. KPR ഗോപാലനെ മൊറാഴ സംഭവത്തിന്റെ ഭാഗമായി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് പോലീസും ജന്മിമാരും അഴിച്ചുവിട്ട ഭീകരതയ്ക്കെതിരായി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കാണ് കമ്മ്യൂണിസ്റ്റുകാർ നിർവഹിച്ചത്. കയ്യൂർ സഖാക്കൾ ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ വിറപ്പിച്ച യുവധീരന്മാരായിരുന്നു. ആ ധീരരായ പോരാളികളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റുകയാണ് ചെയ്തത്. ധീര രക്തസാക്ഷികളായ അപ്പുവും ചിരുകണ്ഠനും അബൂബക്കറും കുഞ്ഞമ്പു നായരും ഈ 4 സഖാക്കൾ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പൊരുതി ജീവൻ സമർപ്പിച്ച ധീരരായ വിപ്ലവകാരികളാണ്. കരിവള്ളൂരിലെ കൈമാപ്പാടത്തും തില്ലങ്കേരിയിലെ പാടവരമ്പത്തും ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റു വീണവർ കമ്മ്യൂണിസ്റ്റ് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പോരാളികളായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ പോരാട്ടങ്ങളിൽ ഏറ്റവും അവസാനം 47 ആഗസ്റ്റ് 15 പോലും ആദ്യ സ്വാതന്ത്ര്യദിനത്തിൽ പോലും AKG പോലുള്ള നേതാക്കൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു യഥാർത്ഥത്തിൽ ദേശീയ പതാക ഉയർത്തി ആചരിക്കേണ്ടി വന്നു. VS-ന്റെ ചിത്രവും അതുതന്നെയാണ്. വർഗീയ ശക്തികളെ തിളക്കുന്നതിനും മതനിരപേക്ഷ പുരോഗമന ശക്തികളെ മുന്നോട്ടേക്ക് നയിക്കാനും ശക്തമത്തായ പോരാട്ടം ഇനിയും ഇടതുപക്ഷം തുടർന്നും നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള കരുത്ത് സംഭരിക്കുവാനുള്ള അവസരമാണ് ഈ സ്വാതന്ത്ര്യദിനം. ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിക്കുകയാണ്.